ഹായ്, എൻ്റെ പേര് അർജുൻ. ഞാൻ BSc മാത്തമാറ്റിക്സ് സ്റ്റുഡൻ്റാണ്. ഫോർ ലേൺ വൈസ് നോക്കുകയാണെങ്കിൽ നമ്മൾ PSc ഫോക്കസ്ഡ് ആയിരുന്നു. PSc എക്സാംസ് ഒക്കെ എഴുതുന്നുണ്ടായിരുന്നു. പക്ഷേ PSc എക്സാംസ് എഴുതുമ്പോഴും നമ്മുടെ മനസ്സിലുള്ളൊരു മേജർ വിഷമം എന്തായിരുന്നു എന്ന് വെച്ചാൽ നമുക്ക് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതായിരുന്നു. നമ്മൾ ഡിഗ്രി പഠിത്തം മുടങ്ങിപ്പോയതാണ്. ഡിഗ്രി ഒന്നും എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ അത് നമ്മൾ ഇവഞ്ച്വലി ഡ്രോപ്പ് ചെയ്യുകയാണ് ചെയ്തത്. കാരണം എന്താ വെച്ചാൽ ക്ലാസ്സിൽ പോയിട്ട് ഡിഗ്രി പഠിക്കുന്ന പോലെയല്ല ഒറ്റയ്ക്കിരുന്ന് ഡിഗ്രി പഠിക്കുമ്പോൾ എന്നുള്ളത്, അത് ബുദ്ധിമുട്ടാണെന്നുള്ളത് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഒരു സംഭവം ഡ്രോപ്പ് ചെയ്തത്. പിന്നെ PSCയിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യാന്നുള്ള മെൻറ്റാലിറ്റിയിലേക്കായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലേൺ വൈസിനെ കുറിച്ച് പരിചയപ്പെടുന്നതും ലേൺ വൈസ് ഓഫർ ചെയ്യുന്ന പ്രോഗ്രാംസിനെ കുറിച്ച് അറിയുന്നതും എല്ലാം. അങ്ങനെ ലേൺ വൈസിൽ എൻറോൾ ചെയ്തു. അപ്പോഴാണ് മനസ്സിലായത് ഒരു കംപ്ലീറ്റ് രീതിയിലുള്ള ഒരു സ്റ്റുഡൻറ്റിന് കിട്ടാവുന്നതിലും വെച്ച് ഏറ്റവും വലിയ ഭാഗ്യമാണ് ലേൺ വൈസിനെ പോലുള്ള പ്ലാറ്റ്ഫോം എന്നുള്ളത്. നമ്മളെ നഷ്ടപ്പെട്ടു പോയുള്ള ഡ്രീംസിനെയൊക്കെ പൊടിതട്ടി എടുക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ലേൺ വൈസിനെ ഞാൻ കണ്ടത്. ലേൺ വൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ല പ്ലാറ്റ്ഫോമാണ്, വളരെ നല്ല ഫെസിലിറ്റീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓരോ വീഡിയോ ലെക്ചേഴ്സും നമ്മളെ PYQ ക്വസ്റ്റ്യൻ ഡിസ്കഷനും ഒക്കെ എല്ലാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ, നമ്മൾ വളരെ എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ പ്രോഗ്രാംസ് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്ന എല്ലാ തരത്തിലുള്ള പ്രോഗ്രാംസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മെൻറ്റർഷിപ്പിൻ്റെ കാര്യമാണ്. മെൻറ്റേഴ്സിൻ്റെ സിൻസിയാരിറ്റി കൊണ്ട് തന്നെ നമുക്ക് പഠിച്ചു പോകും, നമ്മൾ പഠിക്കാൻ തോന്നിപ്പോവും. മെൻറ്റേഴ്സിൻ്റെ സിൻസിയാരിറ്റി കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ നിന്ന് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെൻറ്റേഴ്സിനെ കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. ഇനി ഫ്യൂച്ചർ നോക്കുകയാണെങ്കിൽ നമ്മൾ മാത്തമാറ്റിക്സ് പരമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കരിയറാണ് പ്രിഫർ ചെയ്യുന്നത്. ടീച്ചിങ് ഫീൽഡാണ് പ്രിഫർ ചെയ്യുന്നത്. IT ഫീൽഡിനോടും താല്പര്യമുണ്ട്. പിന്നെ ഗവൺമെൻറ് ഡിഗ്രി യോഗ്യത വേണ്ട ഗവൺമെൻറ് എക്സാംസും എഴുതാമല്ലോ, അങ്ങനെയുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ നീങ്ങുന്നത്. തീർച്ചയായിട്ടും നടക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം.